വസ്ത്രേണ വപുഷാ വാചാ വിദ്യയാ വിനയേന ച വികാരപഞ്ചഭിർവിപ്രോ പൂജിതോ നത്ര സംശയ. പഴയ ഒരു സുഭാഷിതത്തിലത്തെ ഈ ശ്ലോകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരാൽ ബഹുമാന്യനാവുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണം എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. അങ്ങനെയാവാം, പക്ഷേ പൊതുവേയും അത് നമുക്ക് സ്വീകരിക്കാം. പൊതുവേ ഒരാൾ എങ്ങനെ ബഹുമാന്യനാവുന്നു എന്നുള്ളതിനും എടുക്കാം. സത്യത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5 വകാരങ്ങളാണെന്നാണ്. വാ കൊണ്ട് തുടങ്ങുന്ന 5 കാര്യത്താൽ ആണ് ഒരാൾ ബഹുമാന്യനാവുന്നത്. 1, വസ്ത്രേണ, വേഷം നന്നാവുക. മലിന വസ്ത്രം ധരിക്കുക, കീറിയ വസ്ത്രം ധരിക്കുക, തീരെ കാലത്തിന് യോജിക്കാത്തത് ധരിക്കുക. ഇപ്പോൾ സ്ത്രീകൾ മുലക്കച്ചയൊക്കെ കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാലോ പരിഹാസ്യവും ഇല്ലേ. അപ്പോൾ കുറച്ച് കാലത്തിന് അനുസരിച്ചും കൂടി വേണം. ഇന്നത്തെ നിലയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള രീതിയിൽ ഷർട്ട് ഇടാണ്ടപ്പോൾ ഒരു പുരുഷൻ ബസ് പോയി കയറിയാലോ അയ്യ ഇയാൾ ഏത് കാലത്തെയാന്ന് ചോദിക്കും ഇല്ലേ. അപ്പോൾ അതാത് കാലത്തിനനുസരിച്ചാവണം, വൃത്തി ഉണ്ടാവണം, അതൊക്കെ നല്ലപോലെ കഴുകി ശുദ്ധമായിരിക്കണം. ഇവിടെ അമ്പലത്തേക്കൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ശുദ്ധി വൃത്തി കാലത്തിന് അനുസരിച്ചിട്ടുള്ളതാണതോ എന്നുള്ളത് ഒരുപാട് വില പിടിച്ചത് വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനർത്ഥമൊന്നുമില്ല, വിലയൊന്നും ഇതിലൊരു വിഷയമല്ല, ആഡംബരവും വിഷയമല്ല, വൃത്തി ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെയാണ് വപുഷ, ശരീരം. അതെങ്ങനെയാണ് ശരീരം നേരെയാക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള ശരീരം നേരെയാക്കാൻ പറ്റുമോ? ഉള്ളത് നേരെയാക്കുക എന്നല്ല, സാധിക്കുന്ന അത്ര വൃത്തിയായിട്ട്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുളിച്ചിട്ടേ പോവാവൂ. പണ്ടത്തെ ഒരു നിയമം തന്നെയുണ്ട്. ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുളിച്ചിട്ട് മുഖം കഴുകി കുളിച്ചിട്ടേ നോക്കാൻ പാടുള്ളൂ. പുറത്തേക്ക് പോയാൽ അകത്തേക്ക് കയറുമ്പോൾ കുളിച്ചിട്ട് വേണം, അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുളിച്ചിട്ട് വേണം. ഒക്കെ പണ്ട് ശരീരത്തിനെ നന്നാക്കാനും ശുദ്ധിയാക്കിയിട്ട് വൃത്തിക്കാനും രോഗവിമുക്തമാക്കാനും കൂടിയുള്ളതാണ്. ഒരാൾ കാണുമ്പോൾ കുളിക്കാണ്ട് ഒരാളെ കണ്ടു, നേരം വിളിച്ചാൽ അയ്യേ എത്ര മോശമാണത് ആലോചിച്ച് നോക്കൂ. അതാണ് എല്ലാവരും കാണുമ്പോഴേക്കും നമ്മൾ കുളിക്കണം എന്ന് പറയണത്. നേരത്തെ കുളിക്കണം. ഉദിച്ച് വരുമ്പോൾ നമ്മൾ ഉദയസൂര്യനെ കാണുമ്പോഴേക്കും കുളി കഴിയണം എന്നാണ്. ഉദയസൂര്യൻ നമ്മളെ കുളിച്ചിട്ടേ കാണാവൂ, നമ്മൾ സൂര്യനെ കുളിച്ചിട്ടേ കാണാവൂ. സത്യം എന്താണ്, എല്ലാവരും കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ കുളി കഴിയണം. നല്ലൊരു ശരീരം, വളരെ സ്ഥാനമുണ്ട് അതിൽ കുളിക്ക്. വൃത്തിയായിട്ട് കുറിയൊക്കെ ഇട്ട്, കുറി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറിയിട്ട് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ശരീരം ഒരു നല്ല നിലയ്ക്കുള്ളതാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വൃത്തികേടോ ഒന്നും അതിനകത്ത് ഉണ്ടാവരുത്. നേരത്തെ കുളിച്ചിട്ടേ കാണാവൂ. വൃത്തിയാക്കി തല നേരെയാക്കേണ്ടവർ തല നേരെയാക്കി വെക്കണം അല്ലേ. ഇതൊക്കെ ശരീരത്തിൻ്റെ പ്രത്യേകതകളാണ്. നല്ല ശരീരമുള്ളവരെ എല്ലാവരും മാനിക്കുന്നു. അതേപോലെ തന്നെ വൃത്തിയില്ലാണ്ട് മാലിന്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിലോ അയാളെ ബഹുമാനിപ്പിക്കില്ല, അടുപ്പിക്കുകയെന്നില്ല. ഇനി മൂന്നാമത്തെയാണ് വിദ്യയാ. ഒരാളെ ബഹുമാന്യനാക്കുന്നത് അയാൾക്ക് എത്രത്തോളം അറിവുണ്ട്, ക്വാളിഫിക്കേഷൻസ്. MA എത്ര, PhD എത്ര, അതെയോ മെനക്കെട്ടുണ്ടാവണമല്ലേ ഇതൊക്കെ പഠിച്ചുണ്ടാക്കണം വെച്ചാൽ. ഇന്നിപ്പോൾ അതൊന്നിനൊരു വിലയില്ലാണ്ട് കാരണം പണ്ടൊക്കെ ഒരു BA BT എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു വില. കാരണം അത്രമാത്രം മെനക്കെട്ടവരൊക്കെ ആ ഡിഗ്രി കിട്ടുള്ളൂ. ഇന്നിപ്പോൾ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി, അതുകൊണ്ട് അതിന് വിലയില്ലാണ്ടായി. എങ്കിലും അങ്ങനെയൊന്നുമല്ല, കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും അത് കുറച്ചൊക്കെ പഠിച്ചവർക്ക് തന്നെ കിട്ടുള്ളൂ. ഡിഗ്രി ആയാലും PG ആയാലും ഡോക്ടറേറ്റ് ആയാലും. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വിലയുണ്ട്. PhD ആണ് കേട്ടോ ആൾ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കും ഇല്ലേ. 4ാം ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ ആ ബഹുമാനം കിട്ടുമോ. അപ്പോൾ വിദ്യാഭ്യാസം, വിദ്യയാ, ആത്മവിദ്യ എന്നും ആവാട്ടോ, അതിന് അതും കൂടി ഉണ്ട്. എന്നാലും ഇനി 4ാമത്തേണ് എന്ത്, വപുഷ വാച വിദ്യയാ, വാക്ക്. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ. ഇതാളുടെ സംസാരം കേട്ടാൽ ആരെയും വീഴ്ത്താനുള്ള കഴിവുണ്ട്. അതാണ് ഈ ശ്രീരാമസ്വാമി ആദ്യമായിട്ട് ഹനുമാനെ കണ്ട രംഗം വർണ്ണിക്കും രാമായണത്തിൽ. നോക്കൂ ലക്ഷ്മണ, നല്ല വൈയാകരണൻ ഇവൻ നിശ്ചയം, ഒരപശബ്ദം പോലും പുറപ്പെടുവിക്കണില്ല. സംസാരിക്കണതിലത്തെ ആ വാക്കുകളുടെ പ്രയോഗം, അതാത് വാക്ക് കൃത്യമായിട്ട് അതാത് സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ അതിനൊരു രസം പ്രത്യേകമുണ്ട് അല്ലേ. ചിലക്ക് വാക്കുകൾ ഇങ്ങനെ തപ്പിയിട്ടും കിട്ടാടിയും എങ്ങനെയാണ് പറയേണ്ടത് നിശ്ചയില്ലാണ്ട് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ബുദ്ധിമുട്ടണവരെ
അയാളുടെ മുമ്പിൽ പോയി പെട്ടതൊരു ബുദ്ധിമുട്ടായി എന്ന് തോന്നില്ലേ, ആശയം പ്രകടിപ്പിക്കാൻ അയാൾക്ക് തന്നെ വിഷമം ഉണ്ടാവുക. അപ്പോൾ അനായാസേന ഫ്ലോ ഉണ്ടാവുക. അതാത് സ്ഥലത്ത് വെക്കേണ്ട വാക്ക് കൃത്യമായിട്ട് അതാത് സ്ഥലത്ത് വയ്ക്കുക. മാധുര്യാദി ഗുണങ്ങൾ വാക്കിന് എന്ന് പറയും അല്ലേ, ചാക്യാന്മാർ കൂത്ത് പറയുമ്പോൾ തന്നെ പറയും വാക്കിന് മാധുര്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാക്കാൻ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അനുഗ്രഹിക്കണം. നമുക്കുണ്ടാവണതൊന്നും അല്ലത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അതാണ് വാണീദേവി തുണയ്ക്കണം എന്നൂടെ. വാണീദേവിയുടെ ആ തുണ ഉണ്ടെങ്കിൽ പറയുള്ളൂ. വാണിയുടെ അതിന് നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികയെ വാണീദോഷം അശേഷം ആശുകളയാൻ. ചില ആൾക്കാർ സ്നേഹത്തോട് പറയുകയാണെങ്കിലും അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കണ പോലെ പറയുള്ളൂ. അവിടെ ഇരിക്കണോ, അവിടെ എന്താ നിൽക്കണ, സ്നേഹം കൊണ്ടാണ് പറഞ്ഞിരിക്കണം, എന്നാലും ഇരിക്കാം കേട്ടോ എന്ന് പറയണതും അവിടെ ഇരിക്കണോ അവിടെ എന്ന് പറയണതും വ്യത്യാസമല്ലേ. അപ്പോൾ ആ വാക്കിൻ്റെ പ്രയോഗം നമ്മൾ സ്നേഹത്തിലാണ് പറയണതെങ്കിലും പോലീസ് സ്റ്റൈലിൽ പറയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ പൊതുവേ അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ്. വസ്ത്രം, വപുഷ, വാക്ക്, വിദ്യ. ഈ അഞ്ചാമത്തെ ഒരു കാര്യം, ഇതിനെ നാലിനെയും മെച്ചപ്പെടുത്തുന്നതാണ് വിനയേനച്ച. ഇതൊക്കെ ഗുണങ്ങളുണ്ട്. വിനയമില്ല, താൻ വലിയ ആളാണെന്ന് നടിക്കുകയാണെങ്കിലോ അവർക്ക് ഇപ്പോൾ അയാളുടെ ഒരു ഭാവം കണ്ടാൽ ആരാധിച്ചില്ല കേട്ടോ, ഒക്കെ ഇഷ്ടമല്ല, ഞാൻ പോവാറുമില്ല, ഞാൻ അടുപ്പിക്കാറുമില്ല എന്ന് പറയുന്നല്ലേ. അപ്പോൾ വിനയം ഉണ്ടാവണം. നമസ്കാരം ഉണ്ട് കേട്ടോ എന്ന് പറയുക. അറിവുണ്ടെങ്കിലും അറിവില്ല എന്ന ബോധം ഉള്ളിലുണ്ടാവുക. തന്നേക്കാൾ അറിവുള്ളവരും തന്നേക്കാൾ സുന്ദരന്മാരും ഒക്കെ ഈ ലോകത്തിലുണ്ട്. താനതിലൊരാൾ മാത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതാ അങ്ങനെ പോകണു. ആ ഒരു വിനയഭാവം എല്ലാവരെയും ആകർഷിക്കും ഇല്ലേ. അപ്പോൾ ഈ 5 വകാരങ്ങളാണ്. അതാണ് വസിഷ്ഠനും വിശ്വാമിത്രനും തന്നെ എല്ലാ യോഗ്യതയും എപ്പോഴും വസിഷ്ഠനാണ്. വിശ്വാമിത്രൻ്റെ തപസ്സിന് കുറവൊന്നുമില്ല, പക്ഷെ പേരൊക്കെ വസിഷ്ഠൻ. അതെന്താ അങ്ങനെ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ടെസ്റ്റ് തരാം. ഇന്ന് അസ്തമിക്കുന്നതിൻ്റെ മുമ്പേ തന്നേക്കാൾ ചെറിയ 108 ആളെ കാലി കഴിച്ചു വരണം. ആരാ വരിക നോക്കട്ടെ. വിശ്വാമിത്രന് വളരെ വേഗം കഴിഞ്ഞ 108 ആളെ തന്നേക്കാൾ ചെറിയൊരു കാലി കഴിച്ചു വന്ന് ഞാൻ വസിഷ്ഠനെ തോൽപ്പിക്കും. പറഞ്ഞ സമയം കഴിഞ്ഞില്ല എന്നായിട്ട് വസിഷ്ഠൻ ഓടി വേർത്ത് കുളിച്ചിട്ട് വരിക. എന്താ വസിഷ്ഠ, തനിക്ക് തന്നേക്കാൾ ചെറിയ ആളെ ആരെയും കണ്ടില്ലേ? ഇല്ലേ ഭഗവാനെ, എല്ലാവരും എന്നെക്കാട്ടിലും മീതയാണെന്നാണ്. തൻ്റെ ഭാര്യ തന്നേക്കാൾ ചെറുതല്ലേ? അയ്യോ അതൊരിക്കലും അല്ല, കാരണം എനിക്ക് വേണ്ടി എന്ത് നിസ്വാർത്ഥ സേവന അവൾ ചെയ്യണത്. എന്നേക്കാൾ ഞാൻ അത്രയ്ക്കൊന്നും ത്യാഗബുദ്ധി ഇല്ലാത്ത ആളാണ്. അപ്പോൾ അവൾ എന്നേക്കാൾ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായില്ല. അപ്പോൾ വിശ്വാമിത്രനോട് പറഞ്ഞു ഭഗവാൻ, അത് കണ്ടു പഠിക്കുക വിശ്വാമിത്ര, ഇതാണ് വിനയം. തന്നേക്കാൾ ചെറുതായിട്ട് ആരുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നണം? വിനയം കൊണ്ട്. ഇതാണ് വിനയത്തിൻ്റെ സ്ഥാനം. അപ്പോൾ വസ്ത്രം, വാക്ക്, അതുപോലെ തന്നെ ശരീരം, നല്ല ശരീരം ഉണ്ടാവുക, അറിവുണ്ടാവുക, വിദ്യ, ഇതിനൊക്കെ മകുടം ചേർത്തണത് വിനയം. വിനയം ഇല്ലെങ്കിൽ ഈ 4 ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് പറയണത്. അതാണ് ഒരാളെ സമൂഹത്തിൽ ബഹുമാന്യനാക്കി തീർക്കുന്നത് എന്നാണ് സുഭാഷിതം. വസ്ത്രേണ ബഭുഷ വാച വിദ്യ വിദ്യയാ വിനയേന ച വകാര പഞ്ചപിർവിപ്രോ പൂജിതോ നാത്ര സംശയ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.